ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കണ്ണൂരുകാരുടെ സ്പെഷ്യൽ കൽത്തപ്പാട്ടോ. നമ്മൾ എത്ര നല്ല സ്നാക്സ് കഴിച്ചാലും കൽത്തപ്പത്തിന്റെ ആ ഒരു രുചി ആർക്കും അങ്ങനെ മടുക്കില്ല. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. കൽത്തപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് പച്ചരിയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഇതൊരു 3-4 മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കുക. മിനിമം 2 മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതൊരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇപ്പൊ ഏകദേശം ഒരു 3 മണിക്കൂർ ആയിട്ടുണ്ട്. അരി നല്ലതുപോലെ കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ വെള്ളം കളഞ്ഞിട്ട് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരി മുഴുവൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിനുസായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഞാൻ എന്തത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മാവ് ഇവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ 3 ക്യൂബ്സ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് പാകത്തിനുള്ള ഒരു മധുരമാണ്. കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ ഒരു ശർക്കരയുടെ പകുതി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ശർക്കര ഇവിടെ ഇപ്പൊ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവിൽ ഒഴിച്ച ഉടനെ തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അരിമാവ് കട്ട പിടിച്ചു പോകും. അതുകൊണ്ട് കൈവെക്കാതെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിന്റെ ചൂടാറുമ്പോഴേക്കും നമുക്കിത് കൽത്തപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. കൽത്തപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. ചൂടായ കുക്കറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് കൊപ്ര ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി ഇത് റോസ്റ്റ് ആയ ശേഷം ഇതിൽ നിന്ന് 1/4 ഭാഗം മാത്രമേ ഞാനിവിടെ മാറ്റി വെക്കുന്നുള്ളൂ. ബാക്കി ഇതിൽ തന്നെ ഉണ്ട്. ഇനി നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെക്കണം. ഇനി ഇതിന് മുകളിൽ നേരത്തെ മാറ്റി വെച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം 30-40 സെക്കൻഡ് മാത്രമേ ഹൈ ഫ്ലെയിമിൽ വെക്കാവൂ. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക. സ്റ്റീൽ കുക്കർ ആണെങ്കിൽ അടിയിൽ ഒരു പഴയ പാൻ വെച്ച് കൊടുക്കണം. അലൂമിനിയം കുക്കർ ആണെങ്കിൽ പാൻ വെക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ അലൂമിനിയം കുക്കറാണ്, അതുകൊണ്ട് ഞാനിപ്പോ പാനൊന്നും വെക്കുന്നില്ല. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. ചിലപ്പോൾ ഒരു 12 മിനിറ്റ് സമയം വേണ്ടി വരും. അത്രേ വേണ്ടി വരുള്ളൂ. കുക്കായി വരുന്ന സമയത്ത് ഈ ഒരു ഹോളിൽ കൂടെ ആവി പുറത്തേക്ക് പോകുന്നത് കാണാം. ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 5 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കാം. അടപ്പ് തുറക്കണ്ട. ശേഷം കുക്കറിന്റെ ചൂട് കൊണ്ട് ബാക്കി കൂടെ വെന്തോളും. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. ഇതാ കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് 10-15 മിനിറ്റ് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. പത്ത് 15 മിനിറ്റിന് ശേഷം ഇത് എന്താ പറയണ്ടേ പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ണൂർ കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കണം.
ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ല ആരൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.